റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും. ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റോബിൻവേൽ എന്ന് പറയുന്ന ഒരു ചെറിയ കൺട്രി ടൗണിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട നല്ല നല്ല കാഴ്ചകളും വലിയ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന പൂപ്പാടങ്ങളും പിന്നെ ഒരുപാട് ഫാമുകളും പിന്നെ സൺസെറ്റും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? രാവിലെ ഒരു 6 മണിക്കെങ്കിലും യാത്ര തുടങ്ങണം എന്നുള്ള പ്ലാനിലാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. പക്ഷേ നല്ല ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ 6:30 എന്നാലും കുളിച്ച് ഫ്രഷായി ഒരു കട്ടനെല്ലാം കുടിച്ച് 7:30 ആയപ്പോഴേക്കും യാത്ര തുടങ്ങി. സിഡ്നിയിൽ നിന്ന് യാത്ര തുടങ്ങി. ഇറങ്ങിയപ്പോൾ നല്ല മൂടലായിരുന്നു. അപ്പോൾ ഒരു മഴ പെയ്യാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. ഫസ്റ്റ് കണ്ട ഫ്യൂൽ സ്റ്റേഷനിൽ നിർത്തി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. കാരണം നമ്മൾ മോട്ടോർ വെഹിക്കിളിലാണല്ലോ പോകുന്നത്. പിന്നെ അടുത്ത് ഇനി ഫ്യൂൽ സ്റ്റേഷൻ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടു ബി സേഫർ സൈഡ് ഫുൾ ടാങ്ക് ഡീസലും അടിച്ചിട്ട് മോട്ടോർ വേയിലേക്ക് കയറി. അപ്പോഴും ചെറിയ മോഡലുണ്ടായിരുന്നു. പക്ഷേ ഒരു 60 കിലോമീറ്റർ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് സ്കൈ എല്ലാം നല്ല ക്ലിയറായി. രാവിലെ വീട്ടിൽ നിന്നൊരു കട്ടൻ മാത്രം കുടിച്ചുകൊണ്ട് ഇറങ്ങിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാക്ടീൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ആ എക്സിറ്റ് എടുത്തിട്ട് ചെറിയ ടൗണിലേക്ക് കയറി. ഒരു സർവീസ് സ്റ്റേഷനും കുറച്ച് 1-2 ഗ്രോസറി സ്റ്റോഴ്സും അങ്ങനെ കുറച്ച് കടകൾ മാത്രമുള്ള ചെറിയ ടൗണായിരുന്നു അവിടെ. അങ്ങനെ മാക്ടീൻ്റെ ഡ്രൈവ് ത്രൂവിൽ ചെന്ന് ഒരു ബർഗറും ഒരു കോഫി ഓർഡർ ചെയ്തു. അകത്ത് കയറാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പോണ വഴിക്ക് ഒരുപാട് പാർക്കുകളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് കുടിക്കാം. അപ്പോൾ കുറച്ചൊരു ഓപ്പൺ എയറിലാകുമ്പോൾ ഒരു ശുദ്ധവായു ശ്വസിക്കാം, പിന്നെ കയ്യും കാലമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് പണി പാളിയത്. നല്ല തണുപ്പായിരുന്നു. ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ബർഗറും കോഫിയും കഴിച്ച് പിന്നെയും മോട്ടോർ വേയിലേക്ക് കയറി. പിന്നെ എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രാവൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ട്രാവൽ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയിലെ പല ഭാഗത്തേക്കായിട്ട് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ 4 weeks to 12 weeks 4 ആഴ്ച തൊട്ട് 12 ആഴ്ച വരെ നമ്മൾ ജോലിക്ക് പോകും. അത് ഹോസ്പിറ്റലാവാം, ചിലപ്പോൾ റെസ്റ്റ് ഹോം ആവാം. അങ്ങനെ പലയിടത്ത് അവർ അക്കോമഡേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നോർമലി അവർ ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ടാണ് ചെയ്യുക. പിന്നെ നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവരതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം റീഎംബേഴ്സ് ചെയ്യും. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഗണ്ടകായ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല, ഗണ്ടകായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ടൗണിലെത്തി. ഒരു ടൂറിസ്റ്റ് ടൗൺ ആണെന്ന് തോന്നുന്നത്, കാരണം ഒരുപാട് ക്യാരവാൻസും ക്യാമ്പർ വാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സൈഡിൽ നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ആപ്പിൾ വാങ്ങിയേക്കാം. അങ്ങോട്ട് ചെന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അത് അവരുടെ തന്നെ ഒരു ഫാമാണെന്നാണ് തോന്നുന്നത്. അവരുടെ തന്നെ ഫാം ഒരു ചെറിയൊരു ഔട്ട്ലെറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോണസ്റ്റി ബോക്സ് അവിടെ വെച്ചിട്ടുള്ളൂ. അതായത് നമ്മൾ ക്യാഷ് അവിടെ ഇടണം, അവിടെ വെച്ചിട്ട് നമ്മുടെ സാധനം എടുത്തിട്ട് പോരും. അവിടെ കൊടുക്കാനും വാങ്ങാനും ആരുമില്ല. പക്ഷേ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് കാർഡ് മാത്രം ഉണ്ടായതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. എൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ആൻറ്റിക് ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫാം എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഫാം എക്യുപ്മെൻറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യണം. അതായത് ആൻറ്റിക് ഫാം എക്യുപ്മെൻറ്റ്സ് സെയിൽ ചെയ്യണ ഒരു ഷോപ്പ്. അവിടെ ഈ ഫാം എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് മെറ്റൽ ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മോസ്റ്റ്ലി ഗാർഡൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഗാർഡനിലൊക്കെ ഒരു ആർട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുഴുവൻ ഫാമുകളാണ്. നമ്മുടെ ഇടത്തും വലത്തുമായിട്ട് ഫുള്ള് ഫാമുകളാണ്. ചെമ്മരിയാടിൻ്റെ ഫാമുകളുണ്ട്, പശുക്കളുടെ ഉണ്ട്, ഡയറി ഫാംസ് ഉണ്ട്. പിന്നെ ഒരുപാട് കുതിരകൾ അവരുടെ പേഴ്സണൽ യൂസിനുള്ളതായിരിക്കും. കുതിരകളും ചെമ്മരിയാടുകളും പശുക്കളും ചുറ്റും അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി അവിടെ പുൾ ഓവർ ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരേന്നൊരു അപ്പച്ചൻ ഒരു ഓൾ ടെറൈൻ വെഹിക്കിളിൽ വരുന്നുണ്ട്. അപ്പച്ചൻ അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പച്ചൻ്റെ വണ്ടിയുടെ പുറകിൽ കുറേ പട്ടികളും ഉണ്ടായിരുന്നു. ഫാം ഡോഗ്സ് ആണത്. അങ്ങനെ അപ്പച്ചൻ കഥയൊക്കെ പറഞ്ഞ് അപ്പച്ചൻ പോയി. അപ്പച്ചൻ്റെയാണ് ഈ ഫാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പശുക്കളെല്ലാം അപ്പച്ചൻ്റെയാണ്. ഇവിടെ ഒരു 10-15 പശുക്കളെ നിൽക്കുന്നുള്ളൂ. അപ്പച്ചൻ പറഞ്ഞ് 190 പശുക്കളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം വാഗ്യു ബീഫിൻ്റെ ബ്രീഡാണ്, ഒരു ക്രോസ് ബ്രീഡാണ്.
ഒറിജിനൽ ബ്രീഡിന് ഒരുപാട് പൈസയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ക്രോസ് ബ്രീഡ് പറഞ്ഞു അപ്പച്ചൻ വളർത്തുന്നുണ്ടെന്ന്. അവിടുന്ന് പിന്നെ ഒരു ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ ടെറൈനെല്ലാം കുറച്ചുകൂടെ മാറി. അവിടുത്തെ ഫാമുകളെല്ലാം മാറി. അതായത് കാറ്റിലും ഷീപ്പ് ഫാമും മാറിയിട്ട് ഫുള്ള് കാനോല ഫീൽഡാണ്. നമ്മുടെ ഈ സൂര്യകാന്തി പാടം പോലെ ഇവിടെ ഒരു ഏക്കർ കണക്കിന് കണ്ണെത്താ ദൂരത്ത് അങ്ങ് പടർന്ന് കിടക്കുക. ഇത് മെയിൻലി യൂസ് ചെയ്യണ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ കുക്കിംഗ് ഓയിൽ ഉണ്ടാക്കാനാണ് ഈ കാനുല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സൺഫ്ലവർ യൂസ് ചെയ്യുന്ന പോലെ, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, സൺഫ്ലവർ അല്ലെങ്കിൽ ഒലിവ് അങ്ങനത്തെയൊക്കെ വെച്ച് ഓയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കാനുല വെച്ചിട്ട് അവർ കുക്കിംഗ് ഓയിൽ ഉണ്ടാക്കുക. ന്യൂസിലൻഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാടുണ്ട്. ന്യൂസിലൻഡിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിലും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാനുല ഓയിൽ ഞാൻ കണ്ടിട്ടില്ല. അത് നമുക്ക് മറ്റ് ഓയിൽ ഉള്ളതുകൊണ്ടായിരിക്കും, പാം ഓയിൽ അങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരില്ലാത്തതുകൊണ്ടായിരിക്കാം. എനിവേ, അങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഒരു ചെറിയ ടൗണിലെത്തി. ടൗണൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അത് ഒരുപാട് സൊഫസ്റ്റിക്കേറ്റഡ് അല്ല, ഒരുപാട് ഈ പറഞ്ഞ പോലെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ ശൈലിയിലുള്ള ബിൽഡിങ്ങുകളും പഴയ ചർച്ചുകളും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടൗണുകളാണ്. ഈ ഓസ്ട്രേലിയ നമ്മൾ ഇൻലാൻഡ് പോകുമ്പോഴൊക്കെ മോസ്റ്റ്ലി നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ടൗണുകളൊക്കെ കാണുക. അപ്പോൾ അവിടെ കണ്ട ഫ്യൂൽ സ്റ്റേഷനിൽ കയറിയിട്ട് ഡീസൽ അടിച്ചു. കാരണം ഇനി ഏതാണ്ട് ഒരു ക്വാർട്ടർ ടാങ്കും കൂടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. ഈ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി വന്നുകൊണ്ടാന്ന് തോന്നുന്നു. നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് സൂര്യൻ അസ്തമിക്കാനായി. സൂര്യാസ്തമയമൊക്കെ കാണാൻ, അതായത് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ വണ്ടിയിലെടുത്തിട്ട് സ്കൈ ആ സമയത്ത് ഭയങ്കര രസമായിട്ട് ബ്യൂട്ടിഫുൾ ആവും, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാത്രി ആയി കഴിയുമ്പോൾ ഈ ഈച്ച വന്നിട്ട് നമ്മുടെ ഈ വിൻഷീൽഡ് ഇടിക്കും. ഇടിച്ചിട്ട് എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1-2 അല്ല, ഇത് 100 കണക്കിന് വന്ന് ഇടിച്ച് നമുക്ക് അവസാനം വണ്ടിയുടെ വിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. എതിരേന്ന് പ്രത്യേകിച്ച് മറ്റു വണ്ടികളുടെ ഹെഡ്ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലറായിട്ട് കാണും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ അടുത്ത് കണ്ട ഫ്യൂൽ സ്റ്റേഷനിൽ കയറി വിൻഷീൽഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എല്ലാ ഫ്യൂൽ സ്റ്റേഷനിലും അങ്ങനത്തെയുള്ള സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി. റോബിൻവേൽ ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്ററും കൂടെ പോയാൽ മതി. ഈ റോബിൻവേലിൽ മുമ്പ് ഒരിക്കൽ ഞാനിവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8 വീക്സ് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ വരുമ്പോൾ ഈ ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു സീസൺ ആയിരുന്നു. അന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാനത് ആഡ് ചെയ്യാം. ഏതാണ്ട് 8 മണിയൊക്കെ ആയിപ്പോഴേക്കും റിസോർട്ടിലെത്തി. ഇതൊരു ഗോൾഫ് റിസോർട്ടാണ്, പ്ലസ് പബ്ബും ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ റിസോർട്ടിലുണ്ട്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് കീയും വാങ്ങി ഫുഡ് ഓർഡർ കൊടുത്തിട്ട് ഞാൻ മെല്ലെ റൂമിലേക്ക് വന്നു. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒരു സെൽഫ് കണ്ടൈൻഡ് യൂണിറ്റ് ആയിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. അങ്ങനെ ഫുഡ് ഒരു അരമണിക്കൂറിനുള്ള ഫുഡും പോയി വാങ്ങിയിട്ട് വന്ന് ഫുഡും കഴിച്ചിട്ട് മെല്ലെ കിടന്നു. ഇനി നാളെ രാവിലെ ഇവിടെ നിന്ന് പോർട്ട് പെരിക്ക് യാത്ര തിരിക്കണം. ഈ റോബിൻവേൽ ഉൾപ്പെടുന്ന മുറേ ബേസിന് പറയുന്നത് ഫ്രൂട്ട് ബോൾ ഓഫ് ഓസ്ട്രേലിയ എന്നാണ്. അത് പറയുന്നതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ടാണ്. ഈ ടേബിൾ ഗ്രേപ്സ് മാത്രമല്ല, സുൽത്താനാസ്, ആൽമണ്ട്, പിസ്താഷ്യോ, സിട്രസ് ഫ്രൂട്ട്സ്, അങ്ങനെ കണ്ടമാനം ഫ്രൂട്ട്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കൃഷി ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ വൈഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പോൾ ഞാൻ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നാണ് വന്നത്, ഇത് വിക്ടോറിയ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്രോസ് ചെയ്യുമ്പോൾ, ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഡിസ്പോസ് ചെയ്തിട്ട് വരാൻ. കാരണം അതിൽ ഫ്രൂട്ട് ഫ്ലൈസോ വേറെ എന്തെങ്കിലും ഉണ്ട്, ഇവരുടെ കൃഷി അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം അങ്ങനെ ചെയ്യുന്നത്. ഇൻ കേസ് നമ്മളത് കൊണ്ടുവരികയാണ്, അവർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇത് റോബിൻവേലിലെ ഒരു റൂറൽ മ്യൂസിയമാണ്. സാധാരണയുള്ള മ്യൂസിയങ്ങളിലൊക്കെ, അതായത് സാധാരണയുള്ള ഈ കൺട്രി സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ ചെറിയ ടൗണിൽ കാണുന്ന മ്യൂസിയമൊക്കെ ആ സ്ഥലത്ത് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിച്ച് കളഞ്ഞു. വേൾഡ് വാർ 2 യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് മെഷീനറീസ്, ഇൻക്ലൂഡിങ് ഈ 1945 ഫോർഡ് GPW, വേൾഡ് വാർ 2 യൂസ് ചെയ്തിട്ടുള്ള പുഷ് ബൈക്ക്, നമ്മൾ സാധാരണ സൈക്കിള്, അതിൽ ഈ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന ഹെഡ്ലൈറ്റ് ഉള്ള പുഷ് ബൈക്സ്, BSAൻ്റെയും ട്രയംഫിൻ്റെ ഒക്കെ 1940s-ലെയും 1950s-ലെയും ഒക്കെ ബൈക്കുകൾ. പിന്നെ ഒരുപാട് പുഷ് ബൈക്സ് ഉണ്ടായിരുന്നു, ഒരുപാട് വിൻറ്റേജ് ട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റീമിൽ ഓടുന്ന ട്രാക്ടേഴ്സ് വരെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓടുന്നല്ല, പക്ഷെ ഓടിക്കൊണ്ടിരുന്ന ട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഹോഴ്സ് കാരേജസ്, പിന്നെ ഒരുപാട് പഴയ കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ, ഈവൻ ക്രാക്കേഴ്സ്, പടക്കങ്ങൾ,
അങ്ങനെ ഒരുപാട് കൃഷി ആവശ്യങ്ങൾക്കുള്ളത് ഒരുപാടുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്തിരുന്ന പഴയ കാര്യങ്ങൾ യൂസ് ചെയ്തിരുന്ന മോട്ടേഴ്സ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ഒരു സ്പൂക്കി ആയിട്ട് തോന്നിയിട്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മൻസ് വേൾഡ് വാർ ടൂവിൽ ജർമ്മൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഗ്യാസ് ചേമ്പറിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാസ്ക്. അങ്ങനെ വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് മെഷീനറീസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഇതിൻ്റെ അകത്ത്.